ഹരേ കൃഷ്ണ. നന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ചോദ്യമാണ്, ഭഗവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നുണ്ടോ, എന്നെ അറിയുന്നുണ്ടോ എന്ന് എല്ലാവർക്കും സംശയമാണ്. ഈ സംശയം ഇല്ലാതെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ ഭക്തി പൂർണ്ണമാകുന്നുള്ളൂ. ഈ സംശയം ഒഴിയുമ്പോഴാണോ നമ്മൾ പരമഭക്തരായി മാറുന്നത്. സംശയിക്കാതെ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കണം. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. എങ്കിൽ മാത്രമാണ് ഭഗവാൻ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ട് ഭഗവാൻ. അത് നമ്മൾ വിശ്വസിക്കണം. അതാണ് പരമഭക്തരുടെ ഒരു ലക്ഷണമെന്ന് പറഞ്ഞാൽ. അതുപോലെ ഒരു ഭഗവാന്റെ സ്നേഹം എനിക്കുണ്ടോ, ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്നൊക്കെ സംശയിച്ചിരുന്ന ഭഗവാന്റെ ഒരു പരമഭക്തിയായിരുന്നു കുബ്ജ. കുബ്ജയുടെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. കുബ്ജയുടെ കഥ പറയുന്നതിന് മുന്നേ ജന്മത്തെക്കുറിച്ചറിഞ്ഞാൽ ഇനിയുള്ള ആ ഒരു കഥ നിങ്ങൾക്ക് മനസ്സിലാവും. ത്രേതായുഗത്തിലാണ് ശ്രീരാമസ്വാമി സീതയും ലക്ഷ്മണസ്വാമിയൊക്കെ ആയിട്ട് വനവാസം അനുഷ്ഠിച്ചിരുന്ന കാലം. പഞ്ചവടിയിൽ വനവാസം അനുഷ്ഠിച്ചിരുന്ന കാലത്ത് ശൂർപ്പണഖ രാവണൻ്റെ സഹോദരിയാണ്. ശൂർപ്പണഖയുടെ ഭർത്താവിനെ രാവണൻ വധിക്കും. അപ്പോൾ രാവണൻ ശൂർപ്പണഖയ്ക്ക് ഒരു വാക്ക് കൊടുക്കുന്നു, നീ ആരെ ഇഷ്ടപ്പെട്ടാലും അവരെ ഞാൻ ഭർത്താവായിട്ട് നിനക്ക് ഞാൻ വാങ്ങിച്ചു തരും. അങ്ങനെ ഒരു രീതിയിലാണ് രാവണൻ ശൂർപ്പണഖയ്ക്ക് ഒരു വാക്ക് കൊടുക്കുന്നത്. ആ വാക്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷരെ അന്വേഷിച്ച് നടക്കുകയാണ് ശൂർപ്പണഖ. തൻ്റെ സഹോദരൻ രാവണൻ അറിയാലോ, രാവണൻ ആ സഹോദരി എന്ത് പറഞ്ഞാലും നേടിക്കൊടുക്കും. അങ്ങനെ ഒരു അത്രയ്ക്ക് ശക്തിയുള്ള ഒരാളാണ് രാവണൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് പഞ്ചവടിയിൽ വെച്ച് ശൂർപ്പണഖ ശ്രീരാമനെയും ലക്ഷ്മണനെയൊക്കെ കാണുന്നത്. ശ്രീരാമസ്വാമിയെ കാണുമ്പോൾ തന്നെ ശൂർപ്പണഖയ്ക്ക് ശ്രീരാമസ്വാമിയോട് പ്രേമം തോന്നുകയാണ്, പ്രേമം. അപ്പോൾ ശ്രീരാമസ്വാമിയോട് വന്ന് പറയും, എനിക്കിങ്ങനെ അങ്ങയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ശ്രീരാമസ്വാമി അയ്യോ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മണസ്വാമിയോട് ചോദിക്കുമെന്ന് പറയും. അപ്പം ലക്ഷ്മണസ്വാമിയോടും ശൂർപ്പണഖയ്ക്ക് ഒരു സ്നേഹം തോന്നുന്നു. ലക്ഷ്മണസ്വാമിയോട് ചോദിക്കുമ്പോൾ ലക്ഷ്മണൻ പറയും, അയ്യോ എനിക്ക് കഴിയില്ല, രാമനോട് തന്നെ ചോദിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിടും ശൂർപ്പണഖയ്ക്ക്. അവസാനം ശ്രീരാമസ്വാമി പറയണേ, ഞാൻ വിവാഹം ചെയ്തതാണ്, എൻ്റെ ഭാര്യയാണ് സീത, ആ നിൽക്കുന്നത് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് കാണിക്കുന്നു. അപ്പോൾ സീതയെ കാണുമ്പോൾ, സീതയുടെ ആ സൗന്ദര്യം കാണുമ്പോൾ ശൂർപ്പണഖയ്ക്ക് സീതയോടൊരു അസൂയ തോന്നുകയാണ്. അതിൻ്റെ പേരിൽ ശൂർപ്പണഖ സീതയെ ആക്രമിക്കാൻ വരുമ്പോഴാണ് ലക്ഷ്മണൻ മൂക്കും മുലയും ചെവിയൊക്കെ ചെത്തി വിടുന്നത്. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ അന്ന് ആ ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമിയോടൊരു ഭക്തി തോന്നി, ഭഗവാനോടൊരു പ്രേമം തോന്നി. ആ ഒരു നിമിഷത്തേക്കെങ്കിലും ശൂർപ്പണഖയ്ക്ക് തോന്നിയ ആ ഒരു പ്രേമഭക്തി, അതാണ് ദ്വാപരയുഗത്തിൽ വീണ്ടും ശൂർപ്പണഖ കുബ്ജയായി ജനിക്കാൻ. അങ്ങനെയാണ് വീണ്ടും കുബ്ജ അവിടെ ദ്വാപരയുഗത്തിൽ മധുരയിലാണ് കുബ്ജ ജനിക്കുന്നത്. അവിടെ കംസൻ്റെ ദാസിയായിട്ടായിരുന്നു കുബ്ജ ജീവിച്ചിരുന്നത്. കംസനാണെങ്കിൽ കുബ്ജ ഒരു കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് കുബ്ജ ഭയങ്കര സുന്ദരിയായ ഒരു കുട്ടിയായിരുന്നു. പക്ഷേ കുട്ടിക്കാലത്ത് തന്നെ ഏതോ ഒരു ചെറിയ അസുഖം വന്നു. അത് പിന്നീട് ആ അസുഖത്തിലൂടെയാണ് കുബ്ജയ്ക്ക് ശരീരത്തിൻ്റെ 3 ഭാഗങ്ങളിൽ വളവുകൾ ഉണ്ടാവുകയാണ്. അങ്ങനെ അവൾ സുന്ദരിയായ ആ കുബ്ജ വീണ്ടും 3 വളവുകളുള്ള ഒരു സ്ത്രീയായാണ് ജീവിക്കുന്നത്. ആ 3 വളവുകളുള്ളത് കൊണ്ട് ത്രിവക്ര എന്നാണ് കുബ്ജയെ അവിടെ എല്ലാവരും വിളിച്ചിരുന്നത്. ത്രിവക്ര എന്ന് വിളിച്ച് എല്ലാവരും കുബ്ജയെ കളിയാക്കുമായിരുന്നു. കുബ്ജ ആരോടും ഒന്നും ദേഷ്യപ്പെടില്ല കേട്ടോ. കുബ്ജയാണെങ്കിൽ ആരെങ്കിലും തന്നെ കളിയാക്കുമ്പോൾ അവളും സ്വയം കളിയാക്കും. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ എല്ലാവരും എന്നെ കളിയാക്കുന്നതെന്ന് പറഞ്ഞ് സ്വയം ഒരു കളിയാക്കുന്ന പോലെയാണ്. അല്ലാതെ ആരോടും ഒരു എതിർത്ത് പറയുകയോ, എല്ലാവരോടും സ്നേഹമായിരുന്നു. തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കുമായിരുന്നു. ഇങ്ങനെ സൗന്ദര്യമുള്ള എല്ലാ സ്ത്രീകളെയും കംസന്റെ ദാസിമാരാക്കും. പക്ഷെ സൗന്ദര്യമില്ലാത്ത ഈ കുബ്ജയെ, ഈ 3 വളവുകളുള്ള ശരീരത്തിൽ 3 വളവുകളുള്ള കുബ്ജയെ എന്തിനാണ് കംസൻ തൻ്റെ ദാസിയാക്കിയത് എന്ന സംശയം ഉണ്ടാവും. പക്ഷേ
കുബ്ജയ്ക്ക് ഒരു കഴിവുണ്ടായിരുന്നു. കുബ്ജയ്ക്ക് നല്ല മനോഹരമായി നല്ല സുഗന്ധത്തോടുകൂടി സുഗന്ധദ്രവ്യ ലേപനങ്ങളൊക്കെ ഉണ്ടല്ലോ, സുഗന്ധലേപനങ്ങൾ, ശരീരത്തിൽ പൂശാനുള്ള ചന്ദനക്കൂട്ടുകളൊക്കെ കൊണ്ടുള്ള ആ ഒരു സുഗന്ധലേപനങ്ങൾ ഉണ്ടാക്കാൻ കുബ്ജയ്ക്ക് നല്ല കഴിവായിരുന്നു. കുബ്ജയുടെ ആ സുഗന്ധലേപനങ്ങളൊക്കെ പൂശിയാൽ അത് കുറേ നേരം ആ വാസന നിൽക്കും. അത് മാത്രമല്ല, വാസന നിൽക്കുന്നത് മാത്രമല്ല, അത് കംസന് ഏറെ നേരം നിലനിൽക്കുകയും ചെയ്യും ആ വാസന. അതുകൊണ്ട് തന്നെ കംസന് ഈ നമ്മുടെ കുബ്ജയുടെ ഈ സുഗന്ധദ്രവ്യ കൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് കംസൻ കുബ്ജയുടെ ഈ കുബ്ജയെ ദാസിയായി കൊണ്ടു നടന്നത്. പക്ഷെ കുബ്ജയ്ക്ക് അറിയാം കംസന്റെ ഈ കൊടും ക്രൂരതകളും അധർമ്മവും എല്ലാം, കംസന്റെ അധർമ്മങ്ങളെല്ലാം കുബ്ജയ്ക്ക് അറിയാം. അപ്പോൾ കുബ്ജയ്ക്ക് മനസ്സിലുണ്ട്, ദേവകിയുടെ 8ാമത്തെ പുത്രൻ അവിടെ അമ്പാടിയിൽ വൃന്ദാവനത്തിലുണ്ട്. അദ്ദേഹം വരും, അദ്ദേഹം ഭഗവാന്റെ അവതാരമാണെന്നും അദ്ദേഹം ഒരിക്കൽ ഇവിടെ വരുമെന്നൊക്കെ കുബ്ജയ മനസ്സിലുണ്ട്. ഒന്ന് കാണണം, ശ്രീകൃഷ്ണൻ്റെ ലീലകളൊക്കെ അറിയുന്നുണ്ട് കുബ്ജ. പക്ഷേ ഒന്ന് കാണണം, ഭഗവാനെ ഒന്ന് കാണണം, അത് മാത്രമാണ് കുബ്ജയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അല്ലാതെ ഒരു ആഗ്രഹങ്ങളുമില്ല. സൗന്ദര്യമില്ലാത്ത എന്നെ ആരും നോക്കാനാണ്, ആരും നോക്കില്ല. ഇങ്ങനെ എല്ലാവരുടെയും കളിയാക്കലൊക്കെ കേട്ട് അങ്ങനെ ജീവിക്കുകയാണ് കുബ്ജ. അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ ഒരിക്കൽ ഒരു യുദ്ധത്തിന്, ഒരു ഉത്സവത്തിന് വേണ്ടി, ഒരു യുദ്ധോത്സവം, അതിനു വേണ്ടിയാണ് കംസൻ ശ്രീകൃഷ്ണനെ മധുരയിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ അക്രൂരൻ പോയി മധുരയിലേക്ക് കൊണ്ടുവരുന്നത് കൃഷ്ണനെ. അവിടെ വെച്ച് ആ യുദ്ധ സമയത്ത് വരുമ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും ഒരുമിച്ചാണ് വരുന്നത്. അവരെ കാണാൻ അവിടെ മധുരാവാസികൾ ഓടിക്കൂടുകയാണ്. കൃഷ്ണൻ്റെ ആ രൂപം, മഞ്ഞപ്പൊട്ടൊക്കെ ധരിച്ച് അങ്ങനെ മനോഹര മുത്തുമാലകളൊക്കെ അണിഞ്ഞ് അങ്ങനെ പുല്ലാങ്കുടലൊക്കെ പിടിച്ച് വരുന്ന ആ ശ്രീകൃഷ്ണൻ്റെ രൂപം അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും മനസ്സ് നിറയ്ക്കുകയാണ്. ആ കൂട്ടത്തിൽ കുബ്ജ ഓടി വരികയാണ്. ഇടയ്ക്ക് നിന്ന് കൃഷ്ണൻ വരുന്നുവെന്ന് അറിഞ്ഞു. അപ്പോൾ ഭഗവാനെ ഒന്ന് കാണണം, ഒന്ന് കണ്ടാൽ മതി, ഒന്ന് കണ്ടാൽ മാത്രം മതി, തന്നെ നോക്കില്ല, ഇത്രയും ഇങ്ങനെയുള്ള എന്നെ ആര് നോക്കാനാണ്? അത് കുബ്ജയ്ക്ക് നന്നായിട്ടറിയാം. എങ്കിലും ഒന്ന് കാണണം, ആ ഒരു കാഴ്ചയ്ക്ക് ഒരു നോട്ടം കിട്ടണം, അത്രയേ ഉള്ളൂ. അങ്ങനെ വേണ്ടി അതിന് ഓടി വരികയാണ് കുബ്ജ. അതിനിടയിലൂടെ കൃഷ്ണനെ ഒന്ന് കാണുകയാണ്. കൃഷ്ണൻ അവിടെ നിന്ന് ഓരോരുത്തരോട് കുശലാന്വേഷണങ്ങളൊക്കെ നടന്നു. മധുരാവാസികൾ ചുറ്റും കൂടിയിരിക്കുകയല്ലേ, അവരോടൊക്കെ ഓരോ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതിനിടയിലൂടെ കുബ്ജ ഒന്ന് കാണുകയാണ്, ഒരു നോട്ടം കിട്ടി. പെട്ടെന്നാണ് ഭഗവാന്റെ ഒരു നോട്ടം കുബ്ജയിലേക്ക് എത്തുന്നത്. അതുകൂടിയായപ്പോൾ കുബ്ജയ്ക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. ഭഗവാൻ എന്നെ ഒന്ന് കണ്ടല്ലോ, നോക്കിയല്ലോ, അത് മതി, ഇനി ഒന്നും വേണ്ട, തിരിച്ചു പോവാം എന്നുള്ള ഇതിൽ അങ്ങനെ തിരിയാനിരിക്കുമ്പോഴത്തേക്കാണ് ഭഗവാൻ അവിടെ നിന്ന് വിളിക്കുകയാണ്, സുന്ദരി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ കുബ്ജ വേറെ ആരെയോ ആണെന്നാണ് വിചാരിക്കുന്നത്, തന്നെ അല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് സുന്ദരി നിൽക്കുക, പോകല്ലേ എന്ന് പറയുന്നു. അപ്പോൾ കുബ്ജ ഉടനെ തിരിഞ്ഞ് നോക്കുന്നു. അപ്പോൾ കുബ്ജയ്ക്ക് സങ്കടമാണ് തോന്നിയത്. എല്ലാവരും സുന്ദരി എന്നൊക്കെ വിളിച്ച് കുബ്ജയെ വിളിക്കാറുണ്ട്, പക്ഷെ അതൊരു കളിയാക്കലിലാണ് വിളിക്കുന്നത്. താൻ സുന്ദരി അല്ല. 3 ശരീരത്തിൽ വളവുകളുള്ള ഒരു ഇടത് കൈ ഇങ്ങനെ നടുവിന് കൊടുത്താൽ മാത്രമേ കുബ്ജയ്ക്ക് നടക്കാനും കഴിയുകയുള്ളൂ. അങ്ങനെ ഒരവസ്ഥയിലിരിക്കുന്ന എന്നെ സുന്ദരി എന്ന് ഭഗവാൻ എന്തിനാണ് എന്നെ കളിയാക്കാനായിട്ട് വിളിക്കുന്നത്? അപ്പോൾ വീണ്ടും ഭഗവാൻ സുന്ദരി എന്ന് വിളിച്ച് കുബ്ജയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ കുബ്ജ ചോദിക്കും, ഭഗവാൻ വൃന്ദാവനത്തിലെ ഒരുപാട് ആൾക്കാർക്ക് സഹായമായിരുന്ന വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ഭഗവാനല്ലേ അങ്ങ്? എല്ലാവർക്കും അങ്ങയുടെ ഭക്തവത്സരനല്ലേ അങ്ങ് എന്തിനാണ് എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ സുന്ദരി എന്ന് വിളിച്ച് കളിയാക്കുന്നത്? അങ്ങും എന്നെ ഇങ്ങനെ കളിയാക്കുന്നത് എന്ന് ചോദിച്ച് സങ്കടത്തോടെ പറയുകയാണ് കുബ്ജ. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, സൗന്ദര്യം ഞാൻ പുറമേ അല്ല, സുന്ദരിയുടെ സൗന്ദര്യം ഞാൻ പുറമേ അല്ല കണ്ടത്, ഉള്ളിലെ സൗന്ദര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദേവിയുടെ ഈ ആരോടും കോപിക്കാത്ത ഒരു സ്വഭാവമാണ് ദേവിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം. ദേവി ആരോടെങ്കിലും കോപിക്കാറുണ്ടോ? ആരെങ്കിലും ദേഷ്യപ്പെടാറുണ്ടോ? എല്ലാവരോടും സ്നേഹം മാത്രമല്ലേ കൊടുക്കാറുള്ളൂ. കംസൻ എന്തൊരു ദുഷ്ടനാണ്. അദ്ദേഹത്തിന് പോലും പിന്നെ ദേവി അദ്ദേഹത്തോട് പോലും എന്തെല്ലാം ഉപകാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ
കംസന്റെ കൊട്ടാരത്തിലുള്ള സ്ത്രീജനങ്ങൾ എല്ലാവരും ദേവിയോട് എന്തെല്ലാം ഇതൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ദേവി എല്ലാവരോടും സ്നേഹമല്ലേ കാണിക്കുന്നത്. അതാണ് സ്നേഹമാണ് ദേവിക്ക് എല്ലാവരോടും. അതുപോലെ തന്നെ കോപിക്കില്ല. ഇതൊക്കെ തന്നെയാണ് ദേവിയുടെ സൗന്ദര്യം. മനസ്സിന്റെ സൗന്ദര്യം കണ്ടാണ് ഞാൻ സുന്ദരി എന്ന് വിളിച്ചത്. അങ്ങനെ പറയുകയാണ് ഭഗവാൻ. അത് കേട്ട് അപ്പോഴാണ് കുബ്ജയ്ക്ക് മനസ്സിലാകുന്നത്, ആരും ഇതുവരെ എന്നോട് ഈ രീതിയിൽ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. എൻ്റെ ബാഹ്യ സൗന്ദര്യത്തെ കളിയാക്കുകയാണ് എല്ലാവരും ചെയ്യാറ്. ആദ്യമായിട്ടാണ് ഭഗവാൻ എന്നോട് ഈ എൻ്റെ ഉള്ളിലെ സ്നേഹം കണ്ടു എന്ന് പറഞ്ഞ്, ഉള്ളിലെ സ്നേഹം അറിഞ്ഞ്, ഉള്ളിൽ സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ എന്നെ സുന്ദരി എന്ന് വിളിച്ചത്. ഉടനെ ഇത്ര ഭഗവാൻ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഭഗവാൻ ചോദിക്കുകയാണ്, ദേവി എന്താണ് ചെയ്യുന്നത്? ദേവിയുടെ അടുത്തുനിന്ന് നല്ല സുഗന്ധം വരുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ദേവി പറയും, അപ്പോൾ കുബ്ജ പറയും, അത് ഞാൻ കംസന്റെ ദാസിയാണ്. കംസന് ഇങ്ങനെ സുഗന്ധ ലേപനങ്ങളൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി കൊടുക്കുന്നത് ഞാനാണ് എന്ന് പറയും. അപ്പോൾ ആ ചന്ദനക്കൂട്ടും എല്ലാം കയ്യിൽ ഇരിപ്പുണ്ട് കുബ്ജയുടെ. അപ്പോൾ കുബ്ജയോട് പറയുകയാണെങ്കിൽ എനിക്ക് അതൊന്ന് പുരട്ടി തരാമോ, ഇച്ചിരി സുഗന്ധലേപനങ്ങൾ എനിക്കും തരുമോ, എൻ്റെ ശരീരത്തിലൊന്ന് തൊട്ട് തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ അതാ ഭഗവാനെ കാണാൻ മാത്രമല്ല ഭഗവാന്റെ ശരീരത്തിൽ തൊടാൻ കൂടിയുള്ള ഒരു ഭാഗ്യം കിട്ടുകയാണ് കുബ്ജയ്ക്ക്. അതുകൂടി കണ്ടപ്പോൾ കുബ്ജയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഉടനെ തന്നെ കുബ്ജ അതെല്ലാം വാരി ഭഗവാന്റെ നെറ്റിയിലും നെഞ്ചത്തും കയ്യിലും ഒക്കെ തേച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം തേച്ച് കുബ്ജ ഭഗവാന്റെ കാലിൽ വീണങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഭഗവാനെ കൃഷ്ണ, ഞാൻ ഒന്ന് കാണണമെന്ന് മാത്രമാണ് ആഗ്രഹിച്ചത്. എനിക്ക് എല്ലാം തന്നു. അങ്ങയുടെ കാലിൽ വീണ് അങ്ങയുടെ ശരീരത്തിൽ തൊട്ട് ഈ ചന്ദന ലേപനങ്ങളൊക്കെ തേക്കാൻ കൂടെയുള്ള അധികാരം അങ്ങ് എനിക്ക് തന്നു ഭഗവാനെ എന്ന് പറഞ്ഞ് കാലിൽ വീണ് പിടിച്ച് കരഞ്ഞ് പറയുകയാണ് കുബ്ജ. അപ്പോൾ കുബ്ജയ്ക്ക് മനസ്സിലായി അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാൻ കുബ്ജയുടെ താടിയിൽ ഇങ്ങനെ പിടിക്കും. താടിയിൽ പിടിച്ചിട്ട് വലത് കാല് കുബ്ജയുടെ പാദത്തിൽ ചവിട്ടും. എന്നിട്ട് താടിയിൽ പിടിച്ച് ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരികയാണ് കുബ്ജയെ. അപ്പോൾ വലത് കാല് ചവിട്ടി പിടിച്ച് കുബ്ജയുടെ പാദത്തിൽ ചവിട്ടി ഇങ്ങനെ താടിയിൽ പിടിച്ച് ഉയർത്തി കൊണ്ടുവരികയാണ്. അങ്ങനെ ഉയർത്തി എന്ത് പറ്റും? കുബ്ജയുടെ ആ 3 വളവുകൾ, ആ ശരീരത്തിലെ വളവുകളെല്ലാം മാറി കുബ്ജ നിവർന്ന് ഒരു സുന്ദരിയായൊരു പെണ്ണായി മാറുകയാണ്, സ്ത്രീയായി മാറുകയാണ്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, നിന്റെ മനസ്സിലെ അകത്തുള്ള നിന്റെ ആ സൗന്ദര്യം ഞാൻ പുറമേ കൂടി നിനക്ക് തരികയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ കുബ്ജയ്ക്ക് എന്തൊരു സന്തോഷമാവും ഭഗവാൻ. അപ്പോൾ കുബ്ജ എന്നിട്ടും കരയുകയാണ്, ഭഗവാന്റെ അടുത്ത് നിന്ന് കരയുകയാണ്, സന്തോഷമായി. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ സങ്കടപ്പെടുമ്പോഴൊക്കെ നിന്റെ കൂടെയുണ്ട്. നിന്റെ നീ എവിടെ പോയാലും അവിടെയൊക്കെ നിന്റെ കൂടെ ഞാനുണ്ട്. പക്ഷെ നീ എന്നെ മനസ്സിലാക്കിയില്ല, കണ്ടില്ല. അപ്പം അതാണ് ഭഗവാൻ എപ്പോഴും എല്ലാവരുടെയും കൂടെയുണ്ട് ഭഗവാൻ. പക്ഷേ നമ്മളത് കാണുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ വിളിച്ചാൽ നമ്മളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ കുബ്ജയ്ക്ക് ആ സൗന്ദര്യം അങ്ങനെ തിരിച്ചു കൊടുക്കുകയാണ്. ത്രിവക്ര എന്ന പേര് മാറ്റി സുന്ദരി എന്നുള്ള ഭഗവാൻ വിളിച്ചതോടെ സുന്ദരിയായി മാറുകയാണ് കുബ്ജ ചെയ്യുന്നത്. പിന്നീട് കുബ്ജ വിളിക്കുന്നുണ്ട് ഭഗവാനെ കുബ്ജയുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഞാനിവിടെ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണോ വന്നത്. എൻ്റെ കർമ്മങ്ങളൊക്കെ കഴിയുമ്പോൾ ഞാൻ തീർച്ചയായും നിൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ ഒരിക്കൽ ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ കുബ്ജയുടെ വീട്ടിലേക്കും പോകുന്നുണ്ട്. ഭഗവാന്റെ പരമഭക്തയായ കുബ്ജയുടെ മനസ്സിൽ അപ്പോൾ ചെറിയ ഒരു കാമം ജനിക്കുന്നു ഭഗവാനോട്. നമ്മൾ ഭഗവാനെ ഭക്തിപൂർവ്വം മാധുര്യ പ്രേമഭക്തിയോട് പൂജിക്കണം, പ്രാർത്ഥിക്കണം. മാധുര്യ പ്രേമഭക്തിയാണ് ഗോപികമാർക്കുണ്ടായിരുന്നത്. അവരുടെ ആ പ്രേമഭക്തിയോടുകൂടി അവർക്ക് സായുജ്യം കിട്ടുകയാണ്. പ്രേമഭക്തിയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം. പക്ഷെ അതിൽ കാമം ഉണ്ടാകരുത്. കാമം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, വസ്തു, എന്തെങ്കിലും ഒരു കാര്യം അത് നമ്മൾ
നേടണം എന്ന് ചിന്തിക്കുന്നതല്ല, അത് നമുക്ക് സ്വന്തമായി നേടണം എന്ന് ചിന്തിക്കുമ്പോഴാണ് അത് കാമമായി മാറുന്നത്. കാമം നമുക്ക് കുറേ കാലം ചെല്ലും തോറും കാമം നമുക്ക് ദുഃഖമായി അനുഭവപ്പെടും. നമ്മൾ എല്ലാം നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കാം, പക്ഷെ അതൊരു സ്വന്തമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതാണ് തെറ്റായി വരുന്നത്. അത് നമുക്ക് ദുഃഖം ഏറെ നൽകുന്നതാണ്. അങ്ങനെ ഒരു കാമം ജനിക്കുന്നു. ഭഗവാൻ ആ ഭക്തിയുടെ ആ കാമം അത് ഭഗവാൻ മാറ്റും. ആ കാമത്തിലൂടെ പോയാൽ ഭക്തിക്ക് ദുഃഖമുണ്ടാകുമെന്ന് ഭഗവാൻ അറിയാം. ഭഗവാൻ കുബ്ജയുടെ ആ ഇതും ദോഷവും മാറ്റിക്കൊടുക്കും. ഭഗവാന്റെ ഒരു പാദസ്പർശനത്തിലൂടെ തന്നെ കുബ്ജയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലാകും. ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് കുബ്ജ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എനിക്ക് ഭഗവാനെ കാണാനും തൊടാനും ഭക്തയായി ജീവിക്കാനും എൻ്റെ തെറ്റുകളൊക്കെ പുറത്ത് എന്നോട് ക്ഷമിച്ച് എന്നെ ഒരു ഭക്തയായി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഭഗവാന്റെ കാലിൽ വീണ് കുബ്ജ പിന്നീട് പറയുകയാണ്. അങ്ങനെയാണ് ഭഗവാൻ നാരായണമൂർത്തി സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ നമ്മളെ എന്ത് ചോദിച്ചാലും നമുക്ക് തരും കേട്ടോ. അത് ഭഗവാൻ നമ്മൾ ഈ വലിയ വലിയ ആൾക്കാർ കാശുള്ള ആൾക്കാർ കൊടുക്കുന്ന പോലെ സ്വർണം കൊണ്ട് തുലാഭാരം തൂക്കി എണ്ണ ഇത് അങ്ങനെ കൊടുക്കുക ഒന്നും വേണ്ട. ചെറിയൊരു പുഷ്പം ഒന്നും കൊടുത്തില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ സ്നേഹം കൊടുത്താൽ മതി, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. എല്ലാവരും ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിക്കണം, ഭഗവാനെ പ്രാർത്ഥിക്കണം. നമ്മുടെ ഒരു പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, നമ്മുടെ ഒരു സമൂഹത്തെ തന്നെ രക്ഷിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കണം. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ. രാധേ രാധേ.